സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും മുൻപേ സർക്കാർ തിരക്കിട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ചത് വിവാദത്തിൽ. ജുഡീഷ്യൽ സർവീസിൽ ജില്ലാ ജഡ്ജിയായി തുടരുന്ന കെ.ജി. സനൽകുമാറിനെ ഹൈക്കോടതിയുടെ അനുമതി കൂടാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി സർക്കാർ തിരക്കിട്ട് നിയമിച്ചത്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് ഒരാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിൽ ഈ രണ്ട് നിബന്ധനകളും പാലിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ചട്ടവിരുദ്ധവും ഏകപക്ഷീയവുമായ നിയമനം അംഗീകരിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് പരാതി നൽകി. ഹൈക്കോടതി അനുമതിയോടെ ഡെപ്യൂട്ടേഷനിൽ നിയമവകുപ്പ് സെക്രട്ടറിയായി നിയമിതനായ സനൽകുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെടണമെങ്കിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. എന്നാൽ അങ്ങനെ അനുമതി തേടാതെയാണ് മന്ത്രിസഭ അദ്ദേഹത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ ശുപാർശ ചെയ്തത്. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാർച്ച് 31-ന് വിരമിക്കുന്നതുകൊണ്ട് സർക്കാരിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് അടുത്ത 5 വർഷക്കാലത്തേക്ക് തിരക്കിട്ട് സനൽകുമാറിനെ നിയമിക്കുകയായിരുന്നു. മുനിസിപ്പൽ നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനാധികാരി സംസ്ഥാന ഗവർണറാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയ്ക്ക് പരമാവധി തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കുന്നതിന് ഗവർണർക്ക് പാനൽ മാത്രമേ സമർപ്പിക്കാനാവൂ. പാനലിൽ നിന്നാണ് നിയമനാധികാരിയായ ഗവർണർ നിയമനം നടത്തേണ്ടത്. സർവകലാശാല വിസിമാരുടെ നിയമനത്തിൽ പാനൽ നൽകാതെ ഒരാളിന്റെ പേര് മാത്രമായി ശുപാർശ ചെയ്തപ്പോൾ ശുപാർശ ചെയ്ത സമിതി നിയമന അധികാരിയായി മാറുമെന്ന് ചൂണ്ടിക്കാട്ടി പാനൽ നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിലും ഈ വിധി ബാധകമാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ ചട്ടവിരുദ്ധവും ഏകപക്ഷീയമായ സർക്കാരിന്റെ ശുപാർശ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി.